ഹലോ, സായി സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാനിത് എൻ്റെ വീട്ടിൽ നിന്ന് രണ്ടാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഞാൻ പറഞ്ഞല്ലോ പൂജ ഉണ്ടെന്ന്. അപ്പോൾ അന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഈവനിങ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം അന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ അടുത്ത അങ്ങാടിക്കൊക്കെ ഒന്ന് പോയിരുന്നു കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഏട്ടൻ പെയിൻറ്റിങ്ങും പണിയിലാണ് കേട്ടോ. പെയിൻറ്റിങ് അല്ല, പോളീഷാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇന്നൊരു മരണം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അവിടെ പോയി വന്നതിന് ശേഷം ഞങ്ങൾ തറവാട്ടിൽ പോയതാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ രാത്രിക്കത്തേന് പൂജയ്ക്ക് വരുന്നവർക്ക് അങ്ങനെ എല്ലാവർക്കും കൂടെ ഉള്ള ഫുഡ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് പയറും കായയും നുറുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ കറിക്ക് വേണ്ടിയിട്ട് കുമ്പളങ്ങയും ചേനയും ഒക്കെ ഇട്ടുകൊണ്ടൊരു മോരുകറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതൊക്കെ നുറുക്കി അകത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുത്തത്. അപ്പോൾ അതാ അപ്പുറത്ത് ചെറിയമ്മ തീ മൂട്ടിയിട്ടുണ്ട് കേട്ടോ. ചോറിന് പുറത്താണ് വെക്കുന്നത്. കറി പിന്നെ കുക്കറിൽ അങ്ങനെ അടിക്കാൻ വിചാരിച്ചു കേട്ടോ. ഇത് പിന്നെ അല്ലാതെ വേവിക്കാൻ വിചാരിച്ചു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് പോകുന്നതാണ് കേട്ടോ. ഇനി വിളക്കെത്തിക്കുന്ന നേരം ആകുമ്പോഴത്തേനാണ് എല്ലാവരും വരിക. അപ്പോൾ ഞാൻ ലാലുവിനോട്, ചെറിയച്ഛൻ്റെ മോനാണ് കേട്ടോ ലാലു, അപ്പോൾ ഓനോട് ഇങ്ങനെ പറയായിരുന്നു വീഡിയോ എടുക്കട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കായിരുന്നു. ഇപ്പോൾ ഇതാ ഇത് നമ്മുടെ അനുചേച്ചീൻ്റെ കുട്ടിയാണ്, രണ്ടാമത്തെ അമ്മായിൻ്റെ മോളെ കുട്ടിയാണ് കേട്ടോ. പിന്നെ ഇതാ കിച്ചണിൽ ഞാനൊരു കാര്യം കാണിച്ചുതരാം. ഇത് നമ്മുടെ പച്ചരി പൊടിക്കാനാണ്. പിന്നെ അതേപോലെ തന്നെ കറി കുക്കറിൽ ഇതാ വേവിച്ചിട്ടുണ്ട്. വർഷത നാളികേരം ചിരകുന്നുണ്ട് കേട്ടോ, കറിയൊക്കെയുള്ള നാളികേരം ചിരകുന്നുണ്ട്. അപ്പോൾ പൊടി പൊടിക്കുന്നത് ചെറിയൊരു എന്താ പറയുക, ഉണ്ണിയപ്പല്ല, ചെറിയൊരു അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ എന്തോ ഒരു പേര് പറയും, ഞാൻ അതിൻ്റെ പേര് മറന്നു. പിന്നെ അത് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇന്നും പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച സാധാരണ ഉച്ചയ്ക്ക് കഴിയലുണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ മാർച്ച് മാസം കൂടി ആയതുകൊണ്ടേ ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് സമയമായിട്ടുള്ളൂ വന്നിട്ട്. പിന്നെ ഇതാ കുറച്ച് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, സാധാ ചിക്കൻ കേട്ടോ, ബ്രോയിലർ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ആക്കുകയാണ് ഞാൻ കേട്ടോ. അതിലേക്കുള്ള ഉള്ളി നന്നാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയച്ഛനൊക്കെ പല വീഡിയോസിലും നിങ്ങൾ കണ്ട് പരിചയമുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെറിയച്ഛനൊക്കെ വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ മാറിപ്പോവാണ് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ അമ്മായി, സരസമ്മായി കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ നന്നാക്കുകയാണ്. അപ്പോൾ ലച്ചുമോൾ ഇങ്ങനെ പറയുന്നതൊക്കെ നോക്കി നിങ്ങൾ ചിരിക്കുന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ അരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്നും ഞാനെടുത്ത വീഡിയോ അല്ല കേട്ടോ, ഇതൊക്കെ ലച്ചുമോളെടുത്ത വീഡിയോസാണ്. അപ്പോൾ ഇതാ അമ്പലത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ വഴീൻ്റെ അവിടേക്ക് ലൈറ്റ് ഇടുകയാണ് അച്ഛന്. അമ്പലത്തിൻ്റെ അവിടെ ലൈറ്റ് ഇടുകയാണ് ചെറിയച്ഛനും ലാലും കൂടെ കേട്ടോ. വഴീൻ്റെ അവിടെയൊക്കെ ഇടുക പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വരും, നമ്മളെ റിലേറ്റീവ്സ് തന്നെയാണ്. അപ്പോൾ അവർ വരുമ്പോൾ രാത്രി വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാ വിചാരിച്ചിട്ടാണ് വഴി ഭാഗത്തേക്കൊക്കെ ലൈറ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുണ്ടാവുമ്പോഴേ ഇത് പിന്നെ രണ്ടാമത്തെ അമ്മായിൻ്റെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവനും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ആയിട്ടേ ഭയങ്കര കളിയാണ്. പിന്നെ ഞങ്ങൾ ഒരു 6:30 ആവാൻ നേരത്ത് മേല് കഴുകി അമ്പലത്തിൽ ഇപ്പോൾ വിളക്കെത്തിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ പോയി തൊഴുക വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. മേൽക്കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്പിളി ചേച്ചിയും കുട്ടികളും വന്നിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ അമ്മായിൻ്റെ വലിയ മോളാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് വയനാടാണ് കേട്ടോ ജോലി, വയനാട് ഹോസ്പിറ്റലിലാണ്, പിന്നെ ECG ആയിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മണ്ഡപത്തിങ്ങ് പോയി വിളക്കൊക്കെ കത്തിച്ച് തൊഴുത് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവനെ എടുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പണി ഏകദേശം ഡ്യൂട്ടിയൊക്കെ കഴിയാനായിട്ടുണ്ട്. ഇനി ചിക്കനും കൂടെ ഒന്ന് റെഡിയായി മതി കേട്ടോ, ചോറ് ഊറ്റിയിടാനുണ്ട്. അപ്പോൾ അമ്മ അപ്പം ചുടുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അത് ഉണ്ണിയപ്പല്ല, പക്ഷേ ചെറിയ ഇതിനെന്തോ പേര് പറയും, ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ കലക്കിയിട്ടുണ്ട്, വെള്ളം കൊടുക്കണമുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ അരവ് ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചോറ് വന്നിട്ട് പുറത്തടുപ്പത്ത് വെക്കാൻ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പിളി ചേച്ചീൻ്റെ 2 മക്കളാണ്. ഇവരെയും തന്നെ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഒരു ആൺകുട്ടിയും കൂടെ ഉണ്ട്, അവനവിടെ എവിടെയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ അമ്പിളി ചേച്ചീൻ്റെ അനിയത്തീൻ്റെ മോനും മുത്തിയേച്ചിൻ്റെ മോനാണ് കേട്ടോ എടുത്തന്നിട്ടുള്ളത്, കിച്ചു. അപ്പോൾ മുത്തിയേച്ചിക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കണ്ടോ കുറേ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്, ഇനിയും വരും. ചിലർ
വിളക്കെത്തിക്കണ ആ സമയത്തേക്ക് വരും. ചിലർ പൂജ തുടങ്ങിയതിന് ശേഷം അങ്ങനെയൊക്കെയാണ് കേട്ടോ വരാറ്. ഇവിടെ പറഞ്ഞാൽ കോഴി വെട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒഴിഞ്ഞ് പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെ എത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം തന്നെ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഏട്ടൻ്റെ വീട് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടുത്തെ അമ്മായിമാരും മാമന്മാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. ചെറിയ മാമ മാത്രമല്ല കേട്ടോ, അവരെ അമ്മ അവിടെ ഉണ്ട്. അപ്പോൾ അവരെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. പപ്പ എന്നൊക്കെ പറയലില്ലേ, അപ്പോൾ പപ്പേൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ പപ്പ പോന്നിട്ടില്ല കേട്ടോ, പപ്പേൻ്റെ അടുത്താണ്. അപ്പോൾ പപ്പേനെ ഞങ്ങൾക്ക് നല്ലോണം മിസ് ചെയ്തു കേട്ടോ. കാരണം പപ്പ ഉണ്ടെങ്കിൽ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെയാണ് അവിടെ. ഇപ്പോഴും ഉണ്ടായിരുന്നു, അതല്ല എന്നാലും ഒന്നുകൂടെ ഉഷാറായേനെ. പിന്നെ ഞങ്ങളിവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ പൂജ നടക്കുന്നുണ്ട്, ഞങ്ങളിവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പൂജയൊക്കെ കഴിഞ്ഞിട്ട് തൊഴുകയാണ് കേട്ടോ. ഇനി തൊഴുതതിന് ശേഷമാണ് കോഴി വെട്ടുന്നത് കേട്ടോ. പിന്നെ കോഴി വെട്ടുന്നതൊന്നും ഞാൻ വീഡിയോസിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട് കേട്ടോ. അങ്ങനെ പൂജ കൊടുങ്ങല്ലൂരിക്ക് പോണതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ പൂജ നടത്താറ്. ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പൂജ നടത്താൻ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ പേലേ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുന്നെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഒക്കെ പൂജ നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ട് വരുന്നത് തന്നെയാണ് കേട്ടോ അത്. പിന്നെ പിറ്റേ ദിവസം അരി എറിഞ്ഞ് പോവും. അപ്പോൾ ഇപ്രാവശ്യം ചെറിയ മാമ മാത്രമേ പോയിട്ടുള്ളൂ, അച്ഛനൊന്നും പോയിട്ടില്ല കേട്ടോ. അച്ഛന് സുഖമല്ല. അപ്പോൾ ബസ് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അച്ഛയ്ക്ക് കാറ്റടിക്കുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടലുണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ കോഴീനെ കൊണ്ടാൻ പോയിട്ടുണ്ട് ഏട്ടനൊക്കെ. അപ്പോൾ ഓരോരുത്തരിങ്ങനെ കോഴീനെ കൊണ്ടുവരും കേട്ടോ. ഇപ്പം ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാവും ഏട്ടന്, പിന്നെ കുട്ടച്ഛൻ ഉണ്ടാവും. അതേപോലെ ഇങ്ങനെ വരുന്നവരൊക്കെ കൊണ്ടുവരാറുണ്ട്. നമുക്ക് ഓരോ കാര്യസാധ്യത്തിന് ഇങ്ങനെ പറയും, വഴിപാടിടും. അപ്പോൾ അത് ഓരോ വർഷവും അങ്ങനെ കൊടുക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം 8 9 ആയിട്ട് കോഴി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോഴിവെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടന്മാരെല്ലാവരും കൂടെ നമ്മളെ കോഴി നന്നാക്കാൻ കേട്ടോ. കണ്ടോ, പുറത്തിരുന്ന് എല്ലാവരും നല്ല നന്നാക്കലാണ്. ചോറൊക്കെ വെന്തതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം വെച്ചിരുന്നു കേട്ടോ അടുപ്പത്ത്, കോഴീനെ മുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ തൂവലൊക്കെ പിന്നെ പെട്ടെന്ന് പോരാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നാക്കി പിന്നെ എന്താ പറയുക, വെട്ടി വെന്ത് വരുമ്പോഴത്തേന് ഒത്തിരി സമയമാവും. നമ്മൾ പിന്നെ കുക്കറിലൊന്നും അടിക്കാറില്ല കേട്ടോ, അടുപ്പത്ത് തന്നെ വേവിക്കാറാണ്. കുക്കറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നാവും, പക്ഷേ കുക്കറിൽ അങ്ങനെ വേവിക്കാറില്ല. പിന്നെ അടുപ്പത്ത് തന്നെ തീ കത്തിച്ച് അങ്ങനെ വേവിക്കലാണ് കേട്ടോ. പിന്നെ നാടൻ കോഴിയും കൂടി ആകുമ്പോൾ കുറച്ച് സമയം 1 മണിക്കൂറോളം വേണമല്ലോ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, മറ്റേ കോഴീൻ്റെ പോലെ അല്ലല്ലോ. അപ്പോൾ ഇതുവരെയായിട്ടും ഞങ്ങളൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ വന്നവർക്ക് എല്ലാവർക്കും പിന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർ ചിലവരൊക്കെ പോവും, ഇങ്ങനെ ഈ കോഴീനെ ഒഴിച്ചിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവരൊക്കെ പോവും. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തിട്ടാണ് പോവാറ് കേട്ടോ. അമ്മയുണ്ട് കേട്ടോ നന്നാക്കണ. അമ്മ പിന്നെ നന്നാക്കിയതിന് ശേഷം പിന്നെ കുടലും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അമ്മയും ചെറിയ ഏട്ടനും കൂടെ നന്നാക്കിയിട്ട് വേവിച്ച് വെക്കും കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം കഴിക്കും. അമ്മ കഴിക്കൂല, ചെറിയ ഏട്ടനാട്ടോ കഴിക്കാറ്. വേറെ ആരും കഴിക്കൊന്നുമില്ല, അവൻ നല്ലോണം കഴിക്കും. എനിക്കൊന്നും പറ്റില്ല കേട്ടോ. അതിന് നന്നാക്കി ഒത്തിരിക്കാൻ ഭയങ്കര പണിയാണ്. ഇതിപ്പോൾ 8 9 ഉണ്ടാകുമ്പോൾ കുറച്ചധികം ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെ നന്നാക്കിയിരിക്കും. ഇത് പിന്നെ നമ്മുടെ അമ്പലത്തിലത്തെ ഒരു പ്രസാദം കേട്ടോ, നല്ല ടേസ്റ്റുള്ള പ്രസാദമാണ്. നാളികേരപ്പാലും പഴവും അവിലും ഒക്കെ പാടെ കൂട്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തോന്നില്ല, പക്ഷേ പൂജയ്ക്ക് എന്നറിയില്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അപ്പോൾ മുറിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് ഇതൊക്കെ കണ്ണനെടുത്ത വീഡിയോ ആണ് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവനെടുത്തത്. ഇത് കണ്ണനെടുത്ത അവൻ്റെ സൈൻ മാർക്ക് ഉണ്ടാവും, അവൻ്റെ കൈ ഇങ്ങനെ കാണും വീഡിയോയിൽ, ശ്രദ്ധിച്ചവർക്കറിയാം. അപ്പോൾ കണ്ടോ, അവൻ്റെ കൈ ചെറിയ വിരലിങ്ങനെ കാണും. അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ അടുപ്പത്ത്. പിന്നെ അത് വറുത്തിടാൻ വേണ്ടിയിട്ട്, പൂജേൻ്റെ മുന്നേ വറുത്തിടൂല, പൂജയ്ക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് വറക്കുള്ളൂ കേട്ടോ. ഉള്ളിയോ കാര്യങ്ങളൊന്നും ചേർക്കൂല. പലർക്കും അറിയുന്നുണ്ടാവും പൂജയ്ക്ക് എടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഉപ്പ് മാത്രം ഇട്ട് വേവിക്കുക ചെയ്യുക കേട്ടോ. ഉള്ളിയിട്ടൊന്നും വറക്കാറില്ല. അപ്പോൾ
അതിക്ക് എന്നിട്ട് പൂജയ്ക്ക് കൊടുത്തതിന് ശേഷം വറുത്തിടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉള്ളി നന്നാക്കാണ് കേട്ടോ. അപ്പോൾ അതാ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. പൂജയും കാര്യങ്ങളും പ്രസാദമൊക്കെ മേടിച്ചു. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കുട്ടികളെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം 1 മണി 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ ശ്രീലുമോള് ഒരു ഉറക്കം ഉറങ്ങി നീച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ പിന്നെ കുറച്ച് നേരത്തെ ചോറ് കഴിച്ചു പറഞ്ഞിട്ട് അമ്മ പിന്നെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ചേച്ചി, ആ കുട്ടീൻ്റെ അമ്മേനെ കേട്ടോ. ചേച്ചി ഇതാ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേച്ചിക്ക് 2-ാം തീയതി ഒരു കല്യാണമുണ്ട്. അപ്പം അന്നേക്ക് പിന്നെ ബ്ലൗസ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി പോയി പഠിച്ചതൊന്നുമല്ല, ഇതേപോലെ യൂട്യൂബിലും പിന്നെ അതേപോലെ തന്നെ ഡ്രസ്സ് തയ്ച്ച് വെച്ചത് അഴിച്ചിട്ട് വെട്ടി അങ്ങനെ അടിച്ചൊക്കെ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി രാത്രി 1 മണി 1:30 2 മണിയാകുമ്പോൾ തയ്ച്ചു ഒത്തിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് പറഞ്ഞില്ലേ. പിന്നെ അതാ അടുക്കളയിൽ ക്ലീനിങ്ങൊക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലേതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കടന്നപ്പോഴത്തേനൊരു 2:30 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. കുറച്ചെങ്കിലും പേര് കുറച്ച് കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. അവരെങ്കിലും കമൻ്റ് അയക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്